കേരളം ഉറ്റുനോക്കുന്ന വിധിയാണ് നാളെ വരാൻ പോകുന്നത്. ചലച്ചിത്ര നടിയെ തൃശ്ശൂരിൽ നിന്ന് എറണാകുളത്തേക്ക് ഉള്ള യാത്രാമധ്യേ തട്ടിക്കൊണ്ടുപോകുകയും മറ്റൊരു വാഹനത്തിൽ കടത്തിക്കൊണ്ടുപോയി അവരെ ശാരീരികമായി ഉപദ്രവിക്കുകയും അവരെ ഭീഷണിപ്പെടുത്തുകയും അവരുടെ മോശപ്പെട്ട ദൃശ്യങ്ങൾ പകർത്തുകയും ചെയ്തു എന്നാണ് കേസ്. ആ കേസിൽ പ്രധാനമായും മാനഭംഗം, ഗൂഢാലോചന, സ്ത്രീത്വത്തെ അപമാനിക്കൽ, അതുപോലെ അനാവശ്യമായി തടങ്കൽ വെക്കൽ, ബലപ്രയോഗം, തെളിവ് നശിപ്പിക്കൽ, അശ്ലീല ചിത്രം പകർത്തൽ, അതുപോലെ അശ്ലീല ചിത്രങ്ങൾ പ്രചരിപ്പിക്കൽ, ഇതാണ് കേസുകൾ. ഞാൻ ഒരിക്കൽ കൂടി പറയാം. ബലാത്സംഗമുണ്ട്, അതുപോലെ ഗൂഢാലോചനയുണ്ട്, സ്ത്രീത്വത്തെ അപമാനിക്കലുണ്ട്, അതുപോലെ അനാവശ്യമായി തടങ്കൽ വെക്കൽ, ബലപ്രയോഗം, തെളിവ് നശിപ്പിക്കൽ, അശ്ലീല ചിത്രീകരണം, അശ്ലീല ചിത്രങ്ങളുടെ പ്രചരണം, ഇതാണ് കേസുകൾ. മാനഭംഗം എന്നാണ് പറയുന്നതെങ്കിലും അതൊരു ബലാത്സംഗം തന്നെയായിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ബലമായി അവരെ ഉപദ്രവിച്ചു, ശാരീരികമായി ഉപദ്രവിച്ചു, അതിനെ അങ്ങനെ പറയാമെന്ന് ഞാൻ കരുതുന്നു. അതിന് നിയമപരമായി എന്തൊക്കെ ആണ് എന്ന് വ്യക്തമല്ലെങ്കിലും മാനഭംഗം എന്ന് അഭിമാനക്ഷതം ഉണ്ടാക്കിക്കഴിഞ്ഞാൽ അതൊരു ബലാത്സംഗം തന്നെ എന്ന് പറയണം. അതിന് അത്രയും ഡിഗ്രി കടുപ്പമുള്ള ശിക്ഷ ലഭിക്കുകയും വേണമെന്ന അഭിപ്രായമാണ് എനിക്കുള്ളത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞത്. ഇതിലെ പ്രതികൾ ആരൊക്കെയാണെന്ന് നോക്കാം. ഒന്നാം പ്രതി പൾസർ സുനി, മാർട്ടിൻ, മണികണ്ഠൻ, വടിവാൾ സലീം, അങ്ങനെ തുടങ്ങി 10 പ്രതികൾ. നേരത്തെ 15ഓളം പ്രതികൾ ഉണ്ടായിരുന്നു. രണ്ടാമത്തെ കുറ്റപത്രം കൊടുക്കുമ്പോഴാണ് പ്രതികളുടെ എണ്ണം കുറഞ്ഞ് 10 പ്രതികളായത്. ഇതിനകത്ത് 8ാമത്തെ പ്രതിയാണ് നടനായ ജനപ്രിയ നായകനായ ദിലീപ്. ഈ ദിലീപ് എങ്ങനെയാണ് ഈ കേസിൽ പ്രതി ചേർക്കപ്പെടുന്നത്? അതൊരു വലിയ ചർച്ച ചെയ്യപ്പെട്ട സംഭവമാണ്, ചർച്ച ചെയ്യപ്പെടേണ്ടതുമാണ്. കേസിൽ വിധി എന്താകുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, പ്രവചിക്കാൻ പറ്റില്ല. ജ്യോതിഷി ഇരുന്ന് പറയുന്നത് കേട്ടു. ഏതൊരു പൊട്ടൻ ജ്യോതിഷി ഇരുന്ന് പറഞ്ഞു ദിലീപിനെ ജയിലിൽ അടയ്ക്കാൻ സാധ്യത കുറവാണ്. ദിലീപ് ജയിലിൽ അടയ്ക്കാൻ സാധ്യതയുണ്ടെങ്കിൽ തന്നെയും നേരത്തെ കുറച്ചു കാലം ജയിലിൽ കിടന്നതുകൊണ്ട് അതിന് സാധ്യതയില്ല എന്ന് ഏതോ ഒരു പൊട്ടൻ ജ്യോതിഷി ഗണിച്ചു പറഞ്ഞിട്ടുണ്ട്. കാരണം അയാളുടെ ഗണിക്കലിലാണ് കോടതിയുടെ എല്ലാം ഇരിക്കുന്നതാണ് അയാൾ കരുതി വച്ചിരിക്കുന്നത്. അങ്ങനെ ജ്യോതിഷി ഗണിച്ചത് കൊണ്ടോ ജ്യോതിഷി പറഞ്ഞത് കൊണ്ടോ കോടതി വിധി എന്താണെന്ന് നമുക്ക് പ്രവചിക്കാനൊന്നും കഴിയുകയില്ല. തെളിവുകളുടെ അടിസ്ഥാനത്തിലായിരിക്കും കോടതി വിധി പറയുക. നീതിന്യായ കോടതികളാണ് രാജ്യത്തെ ഏറ്റവും മഹനീയമായ സ്ഥാപനമെന്നും ഞാൻ വിശ്വസിക്കുന്നു. 2017 ഫെബ്രുവരി 17 ഈ കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. 2017 ഫെബ്രുവരി 18 ഡ്രൈവർ മാർട്ടിനെ, അതായത് നടിയെ തൃശ്ശൂരിൽ നിന്ന് എറണാകുളത്തേക്ക് പിക്ക് ചെയ്ത് ഡ്രോപ്പ് ചെയ്യാൻ ചുമതലപ്പെടുത്തിയിരുന്ന മാർട്ടിനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. തൊട്ട് അടുത്ത ദിവസം സഹായികളായ വടിവാൾ സലീമും പ്രദീപും പിടിയിലായി. അതിനടുത്ത ദിവസം ഫെബ്രുവരി 20 മണികണ്ഠൻ പിടിയിലായി. ഫെബ്രുവരി 23 കേസിലെ മുഖ്യപ്രതിയായ പൾസർ സുനി എന്ന സുനിൽ അറസ്റ്റിലാകുന്നു. എന്നിട്ട് ഈ സുനിലിനെ തടവറയിൽ വെച്ച്, അതായത് വിചാരണ തടവുകാരനായിരിക്കുമ്പോൾ ചോദ്യം ചെയ്ത ബൈജു പൗലോസിനടുത്താണ് പൾസർ സുനി പറയുന്നത് ഇതൊരു കൊട്ടേഷൻ ആയിരുന്നു. പിന്നീട് എഴുത്തുകുത്തുകൾ, കത്തിടപാടുകൾ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ വന്നു. നമ്മളൊക്കെ അത് ചർച്ച ചെയ്തതുമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ 2017 ജൂൺ 28 നടനായ ദിലീപിനെ പോലീസ് ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിക്കുന്നു. അങ്ങനെ ചോദ്യം ചെയ്യൽ കഴിഞ്ഞു. എന്നിട്ട് ജൂലൈ 10 ദിലീപിനെ അറസ്റ്റ് ചെയ്യുന്നു. ഒക്ടോബർ 3 വരെ ദിലീപ് ജയിലിൽ കഴിയുകയും. വലിയ മാധ്യമ പ്രചാരണവും ദിലീപ് താടി വളർത്തി ഇങ്ങനെ വണ്ടിയിൽ അങ്ങോട്ട് പോകുന്നതും ജയിലിൽ കൊണ്ടുപോകുന്നതും കോടതിയിൽ കൊണ്ടുവരുന്നതും ഒക്കെ വലിയ വലിയ വാർത്തയായി ആഘോഷിച്ച ചാനലുകളാണ് നമുക്ക് ചുറ്റുമുള്ളത്. ദിലീപിന്റെ ഇന്റർവ്യൂ കിട്ടാൻ കാത്തുനിന്ന ചാനലുകൾ ദിലീപ് ഇങ്ങനൊരു അപകടത്തിൽപ്പെട്ടപ്പോൾ ദിലീപിനെ എടുത്തു വെച്ച് ആഘോഷിച്ചും റേറ്റിംഗ് കൂട്ടിയ ചരിത്രമൊക്കെ നമുക്കറിയാം. ഇതിനകത്ത് പ്രധാനമായും 261 സാക്ഷികളെയാണ് പ്രോസിക്യൂഷൻ ഹാജരാക്കി. 261 സാക്ഷികൾ, അതുപോലെ 142 തൊണ്ടിമുതലുകൾ, ഏകദേശം 833 പേജുള്ള രേഖകളും ഹാജരാക്കി. പ്രതിഭാഗവും മോശമല്ല, പ്രതിഭാഗവും കുറെ അധികം തെളിവുകൾ, 221 രേഖകളും ഹാജരാക്കിയിട്ടുണ്ട്. പ്രതിഭാഗവും ഈ കേസ് നിലനിൽക്കുന്നതല്ല എന്ന് വാദിക്കാൻ വേണ്ടി പ്രതിഭാഗവും അങ്ങനെ രേഖകൾ ഹാജരാക്കി. 261 സാക്ഷികളിൽ 28 സാക്ഷികൾ ഇതിൽ നിന്ന് കൂറുമാറിയിട്ടുണ്ട്. കൂറുമാറിയ സംഭവമാണ് സിനിമാ കഥയെ വെല്ലുന്ന സംഭവം. ആദ്യമൊക്കെ ഇവര് എടുത്തടിച്ചങ്ങ് പറഞ്ഞു ദിലീപും ഈ ആക്രമിക്കപ്പെട്ട നടിയും തമ്മിൽ മുൻവൈരാഗ്യമുണ്ട്, എന്ന തരത്തിലായിരുന്നു ഇവരുടെ മൊഴികൾ. എന്നാൽ ഈ മുൻവൈരാഗ്യം ഇത്തരമൊരു ആക്രമണത്തിലേക്ക് നയിച്ചോ എന്ന് അറിയുന്നതിനൊന്നും ഇവർ സാവകാശം കാട്ടിയില്ല. പിന്നീട് ഇവർ കോടതിയിൽ മൊഴി മാറ്റി പറയുകയും ചെയ്തു. അതിലൊന്ന് ബിന്ദു പണിക്കരാണ്, പ്രമുഖ നടിയാണ്. അതുപോലെ യുവ നടിയായ ഭാമ, പിന്നീട് നടൻ സിദ്ദിഖ്, അതുപോലെ ഇടവേള ബാബു, അങ്ങനെയുള്ള ആളുകളാണ് പെട്ടെന്ന് പ്രതികരിച്ച്
ദിലീപിന് മുൻവൈരാഗ്യമുണ്ടെന്ന് പറയുന്നത്. ദിലീപ് തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു മാധ്യമത്തിന് കൊടുത്ത ഈ അഭിമുഖത്തിൽ പറയുന്നു, അങ്ങനെ വൈരാഗ്യത്തിന്റെ എലമെന്റ്സ് അവിടെ ഉണ്ടായിരുന്നു. റിയൽ എസ്റ്റേറ്റ് സംഭവങ്ങളും തന്റെ മുൻ ഭാര്യയുമായുള്ള അടുപ്പവും ഒക്കെ എന്താണ് എലമെന്റ്സ് ഉണ്ട്, വൈരാഗ്യത്തിനുള്ള എലമെന്റ്സ് ഉണ്ട്. പക്ഷേ ഇങ്ങനെ കോടികൾ വാഗ്ദാനം ചെയ്തൊരു കൊട്ടേഷൻ കൊടുത്ത് ഒരു യുവതി ആക്രമിക്കാൻ താൻ പറഞ്ഞിരുന്നില്ല എന്ന് കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയിരുന്നു. അത് എന്തുമാകട്ടെ, ഇതിൽ ഇങ്ങനെ ഒരു ട്വിസ്റ്റ് നടന്നിട്ടുണ്ട്. ഈ മൊഴിമാറ്റം എന്നൊരു ട്വിസ്റ്റ് നടന്നിട്ടുണ്ട്. അവരൊക്കെ ആദ്യം അങ്ങനെ പറഞ്ഞു. എന്നിട്ട് നടി മഞ്ജു വാര്യർ അമ്മയുടെ യോഗത്തിൽ വെച്ച് അമ്മ പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു. നടി ആക്രമിക്കപ്പെട്ട ദിവസങ്ങളിൽ തന്നെ അമ്മയുടെ പ്രതിഷേധ യോഗം നടന്നു. അതിനകത്ത് നടി മഞ്ജു വാര്യർ പറഞ്ഞു, ഇതിനകത്ത് വ്യക്തമായ ഗൂഢാലോചനയുണ്ട്, ഗൂഢാലോചനയുടെ ഭാഗമായാണ് ഈ ആക്രമണം നടന്നത് എന്ന് നടി മഞ്ജു വാര്യർ പറഞ്ഞു. അവിടെ മുതലാണ് ദിലീപ് ഈ സംശയ നിഴലിൽ വരുന്നത്. ദിലീപും ആ യോഗത്തിൽ പങ്കെടുത്ത് നടിക്ക് ഐക്യദാർഢ്യം, ആക്രമിക്കപ്പെട്ട നടിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിരുന്ന മനുഷ്യനാണ്. അയാൾ പറയുന്നു, അന്ന് നടുക്കത്തോടു കൂടിയാണ് എണീറ്റതെന്ന് ദിലീപ് പറയുന്നുമുണ്ട്. ദിലീപ് നടുക്കത്തോടു കൂടിയാണ് എണീറ്റത്. ദിലീപ് ഇത് ഇങ്ങനൊരു സംഭവം അറിഞ്ഞ് അങ്ങനെയാണ് പല ആളുകളെയും വിളിക്കുന്നത് എന്ന് പോലും, അറിഞ്ഞ ശേഷമാണ് വിളിക്കുന്നതെന്ന് പോലും ദിലീപ് വെളിപ്പെടുത്തിയിരുന്നു. പിന്നീട് ഒരു സംവിധായകൻ ബാലചന്ദ്രകുമാറിന്റെ അഭിമുഖം വരുന്നു, അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തൽ വരുന്നു. അതിനുശേഷം ക്രൈംബ്രാഞ്ച് 2021 ഡിസംബർ 25 ബാലചന്ദ്രകുമാർ ഈ വെളിപ്പെടുത്തൽ നടത്തുന്നത്. അത് കഴിഞ്ഞ് 2022 ജൂലൈ 4, കുറച്ച് ദിവസങ്ങളുടെ വ്യത്യാസമേ ഉള്ളൂ, 24 തുടരന്വേഷണത്തിന് കോടതി അനുമതി കൊടുക്കുന്നു. ക്രൈംബ്രാഞ്ച് വീണ്ടും ഇത് അന്വേഷിച്ചിട്ടാണ് രണ്ടാമത്തെ കുറ്റപത്രം സമർപ്പിക്കുന്നത്. 2018 മാർച്ച് 18 കേസിലെ വിചാരണ തുടങ്ങിയിരുന്നു. എന്നാൽ പിന്നീട് വന്ന കോവിഡ് മഹാമാരി, നമുക്കറിയാം എല്ലായിടവും ലോക്ക്ഡൗൺ ആയി സ്ഥിതിക്ക് അങ്ങനെ കോടതികളിൽ കേസുകൾ കെട്ടിക്കിടക്കാൻ സാഹചര്യമുണ്ടായി. അതുപോലെ തന്നെ ഈ കേസും ഏകദേശം 2 വർഷം വിചാരണയൊന്നും ഇല്ലാതെ തുടർ നടപടികൾ മന്ദഗതിയിലായിരുന്നു. പിന്നീട് 2019 സുപ്രീം കോടതി പറഞ്ഞു 6 മാസത്തിനുള്ളിൽ ഈ കേസിന്റെ വിചാരണ പൂർത്തിയാക്കി ശിക്ഷ പ്രഖ്യാപിക്കണം, നടപടി സ്വീകരിക്കണമെന്ന് സുപ്രീം കോടതി നിർദ്ദേശിച്ചിരുന്നു. പക്ഷേ ആ നിർദ്ദേശവും നടപ്പിലാകാതെ പോയത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ കോവിഡാണ്. പിന്നീട് മെമ്മറി കാർഡിലെ വിവരങ്ങൾ ചോർത്തിയത് സംബന്ധിച്ച് നടി കുറെ പരാതി നൽകിയിരുന്നു. നടി കൊടുത്ത ഒരു 6-7 അപേക്ഷകളല്ല, ആവശ്യങ്ങളൊക്കെ കോടതി നിരസിക്കുകയാണ് ചെയ്തത്. അങ്ങനെ ഒരു വലിയ ട്വിസ്റ്റും ഈ കേസിൽ സംഭവിച്ചു. 1 മെമ്മറി കാർഡിന്റെ സംഭവം, 2 ഈ കുറ്റപത്രവും അതുപോലെ തന്നെ മൊഴിപ്പകർപ്പും വേണമെന്ന ആവശ്യം. അങ്ങനെ തുടങ്ങിയ നടിയുടെ ആവശ്യങ്ങൾ കോടതി നിരാകരിച്ചതും നമ്മൾ കണ്ടു. പിന്നെ തുറന്ന കോടതിയിൽ വാദം നടക്കണം, ഇതെല്ലാവരും അറിയട്ടെ എന്ന നടിയുടെ വാദവും കോടതി നിഷേധിച്ചിരുന്നു. ഇത് അടച്ചിട്ട മുറിയിലായിരുന്നു വാദമൊക്കെ നടന്നിരുന്നത്. ഏതായാലും വളരെ നാടകീയമായ സംഭവങ്ങൾ 2017 ഫെബ്രുവരി 17 മുതൽ 2025 ഏപ്രിൽ വരെയും തുടർന്ന നാടകീയമായ സംഭവങ്ങൾക്കൊടുവിലാണ് ഇപ്പോൾ കേസിന്റെ വിധി വരാൻ പോകുന്നത്. കേസിൽ 10 പ്രതികളാണുള്ളത്. ദിലീപ് 8ാം പ്രതിയാണ്. കേസിന്റെ വിധി എന്തു തന്നെയായാലും അത് മലയാളികൾ കാത്തിരിക്കുന്ന വിധിയാണ്. നടൻ ദിലീപ് ശിക്ഷിക്കപ്പെടുമോ അതോ തെളിവുകളുടെ അഭാവത്തിൽ അയാളെ കോടതി വെറുതെ വിടുമോ എന്നൊക്കെ അറിയാനുള്ള ആകാംക്ഷ ഓരോ മലയാളിക്കുമുണ്ട്. നമ്മുടെ വാർത്തയും ആ കോടതി വിധിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്.